ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ സാഗറും മഹാലക്ഷ്മിയും കൂടെ നമ്മുടെ മേഘനാഥനെ കാണാൻ പോകുന്നുണ്ടല്ലേ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മേഘനാഥൻ നെഞ്ചുവേദന അഭിനയിച്ച് ഐസിയുടെ ഉള്ളിലേക്ക് കടക്കാൻ ചെല്ലുന്ന ദൃശ്യങ്ങളായിരുന്നു നമുക്ക് അവസാനത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് അല്ലെ. അപ്പൊ എന്തായാലും പുതിയ എപ്പിസോഡില് നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ഐസിയുടെ ഫ്രണ്ടിൽ എന്നിപ്പൊ കേട്ട് എന്നെ വേഗം കേട്ട് ഞാനിപ്പോ ചാട്ടും എന്നൊക്കെ പറഞ്ഞ് അളവ് ഇരിക്കോട്ടെ. നമ്മുടെ മഹാലക്ഷ്മി വരുന്നതിന് മുമ്പ് നമ്മുടെ മേഘൻ ഐസിയിൽ കയറി പറ്റും, അതാണ് ലക്ഷ്യം. പക്ഷെ മഹാലക്ഷ്മി വരുന്നുണ്ട്, മഹാലക്ഷ്മി നമ്മുടെ മേഘനാഥനെ കാണുന്നുണ്ട്, മേഘനാഥൻ മഹാലക്ഷ്മിയെ കാണുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ അലറി പിടിക്കുന്നുണ്ട്. അയ്യോ വേഗം കയറ്റി, എന്റെ പണി തീർന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ഐ സിയിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തായാലും നമ്മുടെ മേഘനാഥനെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ മേഘനാഥൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മേഘേട്ടന് എന്ത് പറ്റി, നെഞ്ചുവേദനയാണോ അറ്റാക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചോദിച്ച പാടെ തന്നെ നമ്മുടെ മേഘനാഥന്റെ അമ്മ നമ്മുടെ മഹാലക്ഷ്മിയോട് ഭയങ്കര ദേഷ്യപ്പെടുന്നൊക്കെയാണ് കേട്ടോ. നീ ലക്ഷണം കേട്ടോ, നീ വന്നപ്പോ തന്നെ എന്റെ കൊച്ചിനെ നെഞ്ചുവേദന എടുത്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ മഹാലക്ഷ്മിയോട് ഭയങ്കര മര്യാദഘട്ട രീതിയിലായിട്ട് ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ലാസ്റ്റ് മഹാലക്ഷ്മി അവിടെ നിന്ന് ഭയങ്കര സങ്കടത്തോടുകൂടി പോകുക. നമ്മുടെ മേഘനാഥനെ വീണ്ടും കാണാൻ സാധിച്ചില്ലല്ലോ എന്നുണ്ട്. അപ്പൊ നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട്, ഇന്നും മേഘട്ടിനെ കാണാൻ പറ്റിയില്ല, ഞാൻ ചെന്നപ്പോഴേക്കും മേഘട്ടിനെ ഐ സിയിലേക്ക് മാറ്റി, നെഞ്ചുവേദന മൂലം നമുക്ക് എന്നാ അമ്പലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ സുന്ദരി മുത്തശ്ശി എവിടെ നിൽക്കുന്ന കൂട്ടുകാരെ പ്രാദേശികം കഴിഞ്ഞ് തിരിയുമ്പോൾ നമ്മുടെ മുത്തശ്ശി നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുക, മോളുടെ മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ, സങ്കടപ്പെടേണ്ട കേട്ടോ, മോൾക്കും വൈകാതെ തന്നെ ഒരു കുഞ്ഞുണ്ടാവുക, നിങ്ങളും ആ കുഞ്ഞിനെ കളിപ്പിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഈ അമ്മ പറയുന്നതൊക്കെ ശരിയായിട്ടില്ല, ഇതും സത്യമാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആദ്യം ഒന്ന് അന്താളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മുടെ മുത്തശ്ശി പറയുന്നതൊക്കെ സത്യമായിട്ടല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ വീണ്ടും ഭഗവാന്റെ നടത്തിൽ ഇങ്ങനെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുത്തശ്ശിയെ കാണുന്നില്ല. ആ സുന്ദരി മുത്തശ്ശി എങ്ങോട്ടേക്കോ ഓടിച്ചു മാറിപ്പോയി. ആ മുത്തശ്ശി ആരാണെന്ന് നമുക്കറിയാം, പ്രേക്ഷകർക്കറിയാം അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അതിന് പിന്നാലെ നമ്മുടെ മേഘനാഥനെയാട്ടോ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ. അപ്പൊ മേഘനാഥൻ ഇങ്ങനെ നെഞ്ചുവേദന എന്ന് പറഞ്ഞാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ തൊട്ട് ഡോക്ടർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് കുറെ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേഘനാഥൻ, അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോ നെഞ്ചുവേദന പെട്ടെന്ന് കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തലക്കാണോ അസുഖം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പുറത്ത് മഞ്ജു എന്നാണെങ്കിൽ ഭയങ്കര ഇത്ര ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന മേഘേട്ടനെ ഞാൻ എങ്ങനെ വിവാഹം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവള് നൈസായിട്ട് തേക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ആഹാ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നിന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ജു മേഘനാഥനെ വിളിച്ച് കൺഫേം ചെയ്യുന്നുണ്ട് കേട്ടോ, നെഞ്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അറ്റാക്ക് അല്ലല്ലോ വന്നതെന്നൊക്കെ പറഞ്ഞ് കൺഫേം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തായാലും രസമുള്ള ഒരു കാര്യം, നമ്മുടെ മഞ്ജുവിന്റെ സ്വഭാവം എന്നൊക്കെ മനസ്സിലായല്ലോ എന്തായാലും. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി തിരികെ വീട്ടിലേക്ക് വരുവാട്ടോ. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അമ്മയും അനിയത്തെയും കൂടെ കുത്തുവാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടോ, രാവിലെ തന്നെ എങ്ങോട്ട് പോയതാണ്, നീ ചെന്ന് മേഘനെ ഐസിയിൽ കയറ്റിപ്പോ നിനക്ക് സമാധാനമായല്ലോ, ഒരു ഉരുമ്പട്ടവളെ നീ എന്തിനാടി അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ മേരി അവിടെ മേഘട്ടിനെ പോയി കണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു അമ്മയും കൂടി കുറെ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹാലക്ഷ്മിക്ക്. അതിനുശേഷം നമ്മുടെ കരുണയും ഉണ്ണിയും കൂടെ പുറത്തുനിന്ന് വരുവാണ്. അപ്പൊ കരുണ തൊട്ടിലൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പൊ തൊട്ടിലിങ്ങനെ നമ്മുടെ അനിയത്തി വാങ്ങിച്ച് ഇങ്ങനെ തുറന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഇതൊക്കെ കിട്ടാനുള്ള ഭാഗ്യം ചിലർക്ക് ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുത്തുവാക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ ദുർഗാമ്മ വന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇവൾക്ക് കരുണയ്ക്ക് കൊച്ചുണ്ടായ പിന്നെ നീ ഒരു കണ്ണന്റെ ഓഫീസിലോട്ടൊന്നും പോകണ്ട, നീ കൊച്ചിനെ നോക്കി എവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, കണ്ണേട്ടൻ എന്ത് പറയുന്നു അതേ ഞാൻ അനുസരിക്കും, പിന്നെ അവൾക്ക് കൊച്ചിനെ നോക്കാൻ വയ്യെങ്കിൽ അമ്മ കൊച്ചിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി എന്തായാലും കലക്കി കേട്ടോ. ഇതേപോലെ എപ്പോഴും മഹാലക്ഷ്മിക്ക് കൊടുത്തുകൂടെ അല്ലെ പ്രേക്ഷകരെ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ ഈ ഒരു മറുപടി കേട്ടി നമ്മുടെ കരുണയും നമ്മുടെ മഞ്ജുവും ദുർഗാമ്മയൊക്കെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു എൻഡിങ് പൊളിച്ചു. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും.